പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാമ്മയുടെ ആവശ്യപ്രകാരം വിക്രം കമലാമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇവളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കില്ല. ഇത് അമ്മയാണേ സത്യം. ഞാൻ ഈ വാക്കൊരിക്കലും തെറ്റിക്കത്തില്ല അമ്മേ എന്ന് പറയാട്ടോ വിക്രം. ഇത് കേൾക്കുന്ന കമലാമ്മയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അമ്മയ്ക്കറിയാം ഒരിക്കലും വിക്രം തൻ്റെ വാക്ക് തെറ്റിക്കില്ലെന്ന്. അതുകൊണ്ട് നല്ല സന്തോഷത്തിൽ തന്നെയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് വേദയുടെ മുത്തശ്ശിയും പത്മയും രാധയുമെല്ലാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേദയാണെങ്കിൽ ഈ വാക്ക് കൊടുക്കൽ കേട്ട് വിക്രമയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വിക്രം ഇങ്ങനെയൊരു വാക്ക് അമ്മയ്ക്ക് കൊടുക്കുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ വേദ കമലാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മയ്ക്ക് എന്നെ ഇപ്പോൾ കണ്ടുകൂടായികയാണ്. എന്നെ ഒരിക്കൽ ഒരു ഇഷ്ടവുമില്ലെന്നും അറിയാം. പക്ഷേ ഒരിക്കൽ അമ്മ വിക്രമിനോട് ആവശ്യപ്പെടും. ഈ വേദയാണ് നിൻ്റെ ഭാര്യ, ഇവളെ നീ സ്വീകരിക്കണമെന്ന് അമ്മ തന്നെ വിക്രമിനോട് ആവശ്യപ്പെടുന്ന ഒരു കാലം വരും അമ്മേ. അത് അധികമൊന്നും വേണ്ട എന്നും പറയാട്ടോ. ഇത് കേൾക്കുന്ന കമലാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കമലാമ്മ പറയുന്നുണ്ട്, ഇല്ലടി, ഒരിക്കലും നിന്നെ ഞാൻ സ്വീകരിക്കത്തില്ല. എൻ്റെ നാവ് കൊണ്ട് ഞാൻ അങ്ങനെ പറയത്തുമില്ല എന്ന് പറഞ്ഞ് കമലാമ്മയും വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഈ വാക്ക് തർക്കമൊക്കെ കേട്ടുകൊണ്ട് വേദയുടെ അമ്മയും മുത്തശ്ശിയും എല്ലാം വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇവർ പറയുന്നതെന്ന് കേട്ട് മുത്തശ്ശി വിഷമിക്കണ്ട കേട്ടോ. പണ്ടുള്ളതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും, എനിക്കൊരു മാറ്റവുമില്ല. നിങ്ങൾ സന്തോഷത്തോടെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ പത്മ പറയുന്നുണ്ട്, ഇല്ല മോളെ, നീ ഞങ്ങളോടൊപ്പം വാ. ഇവരാരും നിന്നെ സ്വീകരിക്കത്തില്ല. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്ര നാളും, വിക്രം നിന്നെ സ്വീകരിക്കുമെന്ന്, നിന്നെ സ്നേഹിക്കുമെന്ന്. പക്ഷേ ഈ അമ്മയ്ക്ക് അവൻ സത്യം ചെയ്തു കൊടുത്തിരിക്കുന്നു, ഇനി ഒരിക്കലും നിന്നെ ഭാര്യയായി സ്വീകരിക്കില്ലെന്ന്. ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയി മോളെ. അച്ഛൻ്റെ പിണക്കം നീ ശ്രദ്ധിക്കേണ്ട, അതെല്ലാം ഞങ്ങൾ മാറ്റിയെടുത്തോളാം. മോള് ഞങ്ങളോടൊപ്പം വാ എന്ന് പറയാട്ടോ. പക്ഷേ വേദ കൂടെ പോകുന്നില്ല. ഇല്ല, ഇതെല്ലാം മാറും അമ്മേ, എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്, അമ്മ പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ രാധ ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷിക്കുക കേട്ടോ. എന്നാൽ രാധ ഇതെല്ലാം കണ്ടുകൊണ്ട് മനസ്സിൽ സന്തോഷിച്ച് നിൽക്കുകയാണ്. വിക്രം അമ്മയുടെ തലയിൽ തൊട്ടാണ് സത്യം ചെയ്തിരിക്കുന്നത്. അവൻ അതൊരിക്കലും പാലിക്കാതിരിക്കില്ലെന്ന് അവൾക്കറിയാം. ഇനി വേദയെ ഉപേക്ഷിച്ച് തന്നെ സ്വീകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് രാധ. അങ്ങനെ വേഗം തന്നെ അമ്പലത്തിലേക്ക് പോയി ജീനയും കൊണ്ടാണ് പോകുന്നത്. തേങ്ങ ഉടക്കിയാണ് രാധ. ഇത് കണ്ട് പരിചയമുള്ളവർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രാധേ, നീ നല്ല സന്തോഷത്തിലാണല്ലോ, നിന്റെ വിവാഹമൊക്കെ ശരിയായോ, ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാട്ടോ. വേഗം തന്നെ രാധ പറയുന്നുണ്ട്, ഓ നിങ്ങൾ അറിഞ്ഞില്ലേ, വിക്രമിൻ്റെ ജീവിതത്തിൽ നിന്നും വിക്രമിൻ്റെ ജീവിതത്തിൽ നിന്നും വേദ ഒഴിഞ്ഞു പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇത്രയും വലിയ സന്തോഷം എനിക്ക് വരാനില്ല. ഇനി വിക്രം എന്നെ സ്വീകരിക്കും എന്നൊക്കെ പറയുക കേട്ടോ. എന്നാൽ ഇത് കേട്ടുകൊണ്ടാണ് സ്വാമിജി അങ്ങോട്ടേക്ക് വരുന്നത്. സ്വാമിജി വിളിച്ച് പറയുന്നുണ്ട്, അതെ മോളെ, നീ എന്താ പറഞ്ഞത്? അവൾ വേദയുടെ ജീവിതത്തിൽ നിന്നും വിക്രം പോവുമെന്നോ? ഒരിക്കലുമില്ല. എന്തായാലും ഇതെല്ലാം ഒരു താൽക്കാലികമായ പിണക്കം മാത്രമാണ്. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ദേവിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയാണ്. അവിടെ വെച്ച് അവർ സ്വയം വിവാഹിതരാവണം എന്ന് വെച്ച് വിവാഹിതരായതല്ലല്ലോ. അമ്മയുടെ തീരുമാനമാണത്. ഒരിക്കലും അത് പിഴക്കത്തില്ല. നീ സന്തോഷിക്കണ്ട. എന്തായാലും മനസ്സിൽ നല്ലത് മാത്രം വിചാരിച്ച് തേങ്ങ ഉടയ്ക്കൂ എന്ന് പറയാട്ടോ സ്വാമിജി. ഇത് കേൾക്കുന്ന രാധ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ സന്തോഷിക്കുന്നതെല്ലാം വെറുതെയാണെന്നാണോ സ്വാമിജി പറയുന്നതെന്ന്. വീണ്ടും സ്വാമിജി പറയുന്നുണ്ട്, അതെ, ഞാൻ പറയുന്നത് അത് തന്നെയാണ്, ഒരിക്കലും അവർ പിരിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വാമിജി പോവാട്ടോ. രാധയ്ക്കാണെങ്കിൽ ഇത് കേട്ടതും അവൾ ആകെ ഡള്ളാവാണ്. വേഗം കയ്യിലുണ്ടായിരുന്ന തേങ്ങ ജീനയ്ക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ ഉടച്ചോ, ഞാൻ പോവാണ്, എനിക്കൊരു ഓട്ടമുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറയാട്ടോ. അപ്പോൾ ജീന പറയുന്നുണ്ട്, എന്തു പറ്റി നിനക്ക്? ഇത്ര നേരം ഉണ്ടായിരുന്ന സന്തോഷമൊന്നും മുഖത്തില്ലല്ലോ, എന്താ? സ്വാമിജി പറയുന്നത് കേട്ട് നീ പേടിച്ചോ എന്ന് ചോദിക്കാട്ടോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല, എനിക്കതിലൊന്നും വിശ്വാസമില്ല. വിക്രം തന്നെയാണ് എൻ്റെ മനസ്സിൽ എന്നും ഉള്ളത്, അവൻ എന്നെ സ്വീകരിക്കും, അതെനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയാട്ടോ. അങ്ങനെ രാധ അവിടെ നിന്നും പോകുന്നുണ്ട്. മുത്തശ്ശിയും പത്മയും കൂടി ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശങ്കരനാരായണൻ എൻ്റെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചെല്ലുന്നത്. അതെ ശങ്കര, നീ പറഞ്ഞത് ശരിയാട്ടോ. അന്ന് നീ പറഞ്ഞില്ലേ നമ്മുടെ വേദയെ വിക്രം രക്ഷിച്ചു കൊള്ളുമെന്ന്. നീ പറഞ്ഞത് ശരി തന്നെയാ. അവളെ അശോകൻ്റെ ആളുകൾ കൊണ്ടുപോയി കൊല്ലാൻ നോക്കി. പക്ഷെ നമ്മുടെ വിക്രം പിറകെ ചെന്നുകൊണ്ട് അവളെ രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നീ പറഞ്ഞതൊക്കെ ശരിയായിട്ടോ എന്ന് പറയാണ്. അത് കേൾക്കുന്ന ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോടൊന്നും തന്നെ, അവളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, വിക്രം അവളെ രക്ഷിച്ചോളുമെന്ന് എനിക്കറിയാമായിരുന്നു, അവൻ അവളെ രക്ഷിക്കുമെന്ന്. പിന്നെ
അവളെ നിന്നല്ല ഏതൊരു പെൺകുട്ടിക്കായാലും ഒരു ആപത്തിൽപ്പെട്ടാൽ അവൻ ചെന്ന് രക്ഷിക്കും, അതെനിക്ക് ഉറപ്പാ എന്ന് പറയാട്ടോ. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും അതല്ല വിഷമം. പിന്നെ വിക്രം അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു കൊടുത്തു, ഇനി ജീവിതത്തിൽ ഒരിക്കലും അവളെ ഭാര്യയായി സ്വീകരിക്കില്ല എന്ന്. കമല അമ്മയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്, അവളെ മരുമകളായിട്ടോ സ്വീകരിക്കില്ലെന്നും അവിടെ താമസിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് ഇപ്പോൾ വിഷമം എന്ന് പറയാട്ടോ. വീണ്ടും പത്മയും മുത്തശ്ശിയും കൂടി വേദയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കരനാരായണൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? വേദയോ? അതാരാ എന്ന് ചോദിക്കുമ്പോൾ പത്മ ഞെട്ടു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ മകൾ വേദയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മകളില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൾ എന്നോ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ പത്മയ്ക്കും മുത്തശ്ശിക്കും സങ്കടാവുക കേട്ടോ. ശങ്കരനാരായണൻ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ എനിക്ക് തലവേദനിക്കുന്നു എന്നും പറഞ്ഞു ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. വിശ്വനും വിനയനും ഒക്കെ വെള്ളം കൊണ്ടുവന്ന് പൈപ്പിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ക്ഷീണിച്ചിട്ടിരിക്കുക കേട്ടോ. അശോകൻ പൈപ്പ് ലൈൻ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. സ്ത്രീകൾ ചെയ്യുന്ന പണിയേക്കാൾ കൂടുതൽ ഇപ്പോൾ അവരാണ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് വേദ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുവരണോ വെള്ളം, നിങ്ങളെ സഹായിക്കണോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ ഇവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട, നിൻ്റെ ഒരു സഹായവും ഇവിടെ വേണ്ട. എന്നാൽ നന്ദിനിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്താ അമ്മേ, അവൾ കൊണ്ടുവന്നോട്ടെ, ഞങ്ങൾ കൊണ്ടുവരുന്ന വെള്ളം കൂടി അവൾ മൊത്തത്തിൽ അങ്ങ് കൊണ്ടുവരട്ടെ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, വേണ്ട, അവളുടെ ഒരു സഹായം ഇവിടെ വേണ്ട. എടാ വിശ്വ, നീ ബാക്കി വെള്ളം കൂടെ പോയി കൊണ്ടുപോവാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അമ്മേ ക്ഷീണിച്ചു, അമ്മ എപ്പോൾ കൊണ്ടുവരുന്നതാ, ഇനി ഒരു 4-5 കുടം കൂടിയല്ലേ വേണ്ടുള്ളൂ, ഞങ്ങൾക്ക് ഓരോ കാപ്പി ഇട്ടതാ, എന്നിട്ട് പോവാം എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും വേദ വിചാരിക്കുന്നുണ്ട്, ഇല്ല, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, ഇവരുടെ ഈ വിഷമമെല്ലാം മാറ്റി കൊടുക്കണം, എങ്ങനെയെങ്കിലും കറണ്ടും വെള്ളവും അത് എത്ര പെട്ടെന്നാണെങ്കിലും ഇവിടെ എത്തണം. പിന്നെ ഇവിടെ വീട് തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം. അതിന് എന്താ ഒരു മാർഗം? വിക്രമിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ അതിനേക്കാൾ മുന്നേ നമുക്ക് എല്ലാത്തിനും ഒരാളെ സഹായം വേണം എന്ന് പറയുകയാണ്. ഇനി അതിനാരാണ് ഒപ്പം നിൽക്കുക എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് വേദ. പെട്ടെന്നാണ് നമ്മുടെ ദർശൻ്റെ മുഖം അവരുടെ മനസ്സിലേക്ക് വരികയാണ്. പെട്ടെന്ന് ഫോണെടുത്ത് ദർശനെ വിളിക്കുന്നുണ്ട്. വേദയുടെ കോൾ കണ്ടതും ദർശൻ്റെ മുഖത്ത് നല്ല സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കോളെടുത്ത്, എന്തു പറ്റി വേദ, എന്താ വിളിച്ചതെന്ന് ചോദിക്കുക കേട്ടോ. എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം ദർശൻ, സഹായിക്കാവോ എന്ന് ചോദിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ദർശൻ പറയുന്നുണ്ട്, അതിനെന്താ വേദ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് വരെ നടത്തി തരാതിരുന്നിട്ടുണ്ടല്ലോ, എന്നോട് കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ നടത്തി തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിലാണ്, നിനക്കറിയാമല്ലോ, എല്ലാം അമ്മയും മുത്തശ്ശിയൊക്കെ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പാർട്ടി നേതാവ് അശോകനുണ്ടല്ലോ, അവൻ വിക്രമിനോടുള്ള ദേഷ്യം ഇവിടെ വീട്ടിൽ എല്ലാവരോടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ പൈപ്പ് ലൈനും കറണ്ടും കട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ വീട് തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അവിടെ കൊണ്ടുവന്ന് വെട്ടിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം ഒന്ന് നിർത്തലാക്കും, എല്ലാത്തിനും ഒരു സ്റ്റേ ഓർഡർ വാങ്ങിത്തരണം. കറണ്ടും വെള്ളം വീട്ടിൽ എത്രയും പെട്ടെന്ന് വരികയും വേണം. അതിനെന്താ ഒരു മാർഗം എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ദർശൻ പറയുന്നുണ്ട്, എന്താ, അയാൾക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വേദ, അയാൾ അത്രയും നല്ല പിടിപാടുള്ള ഒരാളാണ്, ഇനി എന്ത് ചെയ്യാൻ ദർശനം ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട്, ആഹാ, ഇങ്ങനെ കൈമൽ വർത്താൻ വേണ്ടിയിട്ടാണോ നിനക്ക് ഞാൻ വിളിച്ചത്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറ ദർശ എന്ന് പറയാട്ടോ. പെട്ടെന്ന് ദർശൻ പറയുന്നുണ്ട്, ഇല്ല, ഞാനൊരു ഉള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, പിന്നെ മറ്റൊരു വഴിയുണ്ട് എന്ന് പറയുമ്പോൾ വേദ പെട്ടെന്ന് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ദർശൻ പറയുന്നുണ്ട്, അതെ, നമ്മുടെ അങ്കിൾ, അതായത് നിൻ്റെ അച്ഛൻ വിചാരിച്ചാൽ നടക്കും. അദ്ദേഹം ഒരു ജഡ്ജിയല്ലേ, ജഡ്ജിന് ഇതിലൊരു ഇത് എടുക്കാൻ പറ്റും. ഇങ്ങനൊരു കംപ്ലൈൻറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹത്തിന് അതിന് തീരുമാനമെടുക്കാൻ പറ്റും. പക്ഷേ ആരാണ് സംസാരിക്കുക ഇതിനെപ്പറ്റി എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേദ പറയുന്നുണ്ട്, ശരിയാ നീ പറഞ്ഞത്, അച്ഛനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ആരച്ഛൻ്റെ അടുത്ത് ഇത് സംസാരിക്കും? ഞാൻ സംസാരിച്ചല്ല അച്ഛൻ അത് സ്വീകരിക്കത്തില്ല, നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കാൻ. പെട്ടെന്ന് ദർശൻ പറയുന്നുണ്ട്, ഞാനോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേദ, പ്ലീസ് ദർശൻ, എങ്ങനെയെങ്കിലും എന്നെ ആലോചിച്ച് നീ ഇതൊന്ന് നടത്തിത്താ എന്ന് പറയാട്ടോ. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ശരി, നീ ഇന്നേ വരെ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ നടത്തി തരാതിരുന്നിട്ടില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയാണ്.